Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫിനിഷ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. വളരെ ഈസി പേപ്പർ തന്നെയായിരുന്നു. എസ്പെഷ്യലി നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ചോദ്യങ്ങളാണ് എസ്സേക്കും അതുപോലെ തന്നെ കൂടുതൽ പാർട്ട് ബിയിലൊക്കെ വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6th സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ 5th കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 3rd ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് 5th സെമസ്റ്റർ CBCSS UG ഡിഗ്രി എക്സാമിനേഷൻ നവംബർ 2024 ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് 2019 അഡ്മിഷൻ ഓൺവേർഡ്സ്. പാർട്ട് എയിൽ 15 ചോദ്യങ്ങൾ. അതിൽ നിന്ന് നമ്മൾ പറഞ്ഞ മെജോറിറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്പർ 1, വാട്ട് ഈസ് റിസർച്ച് ഗ്യാപ്പ്? റിപ്പീറ്റ് അല്ല. ദെൻ വാട്ട് ഈസ് ഇൻഡക്ഷൻ ഇൻ റിസർച്ച്? ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്കിന്റെ ചോദ്യങ്ങളിൽ നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞിരുന്ന ഒരു ചോദ്യമാണ് ഇൻഡക്ഷനും ഡിഡക്ഷനും വന്നിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ഈസ് ലിറ്ററേച്ചർ റിവ്യൂ? ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. ഫാക്ടർ അനാലിസിസ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിബ്ലിയോഗ്രഫിയും റെഫറൻസും ഷുവർ ആയിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് വന്നിട്ടുണ്ട്. എക്സ്പെരിമെന്റൽ റിസർച്ച് എന്താണ്? റിസർച്ചിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്തതാണ്. പോപ്പുലർ റിപ്പോർട്ട് ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ വന്നിട്ടുണ്ട്. What do you mean by bivariate analysis? അതും ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9, എക്സ്പ്ലെയിൻ ക്രോൺബാക്ക് ആൽഫ. റിപ്പീറ്റ് ചോദ്യമല്ല, വന്നിട്ടുണ്ട്. ഓർഡിനൽ സ്കെയിൽ ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്പെക്ട് ചെയ്തതാണ്, വന്നിട്ടുണ്ട്. കോട്ട സാമ്പിളിംഗ് ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്, വന്നിട്ടുണ്ട്. സാമ്പിളിംഗ് എറർ നോക്കാൻ പറഞ്ഞാണ്, വന്നിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് വാരിയബിൾസിന്റെ ടൈപ്സ് നോക്കണം, ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു, വന്നിട്ടുണ്ട്. വാട്ട് ഈസ് മെന്റ് ബൈ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ സാമ്പിൾ ഫ്രെയിമും. അപ്പൊ പാർട്ട് എ കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാത്ത ഒന്ന് തന്നെയായിരുന്നു. മെജോറിറ്റി നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ആയിട്ടുള്ള അല്ലാത്തത് 1-2 വന്നിട്ടുണ്ട് അവിടെ കേട്ടോ. പാർട്ട് ബി വളരെ കംഫർട്ടബിൾ ആയിരുന്നു. നമ്പർ 16, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു. നീഡ് ഫോർ റിസർച്ച് റിപ്പോർട്ട് അഗെയിൻ ഞാൻ നോക്കാൻ പറഞ്ഞൊരു ചോദ്യം. അപ്ലൈഡ് റിസർച്ചും പ്യൂർ റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും പഠിക്കാൻ പറഞ്ഞ മറ്റൊരു ചോദ്യം. എക്സ്പ്ലെയിൻ ലിമിറ്റേഷൻസ് ഓഫ് റിസർച്ച് അതും പറഞ്ഞാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഹൈപ്പോത്തസിസ് അഗെയിൻ നോക്കാൻ പറഞ്ഞ മറ്റൊരു ചോദ്യം. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ അതും പറഞ്ഞാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്. ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ ഡാറ്റ അനാലിസിസ്. ആക്ച്വലി പാർട്ട് ബി സാധാരണ ഇത്ര എളുപ്പം ഉണ്ടാവാറില്ല, അതാണ് ആക്ച്വലി കൂടുതൽ എളുപ്പമായ കമ്പയറിംഗ് വിത്ത് പാർട്ട് എ. വളരെ ഈസി ആയിരുന്നു. ഇനി എസ്സേ വരുമ്പോൾ അതും ഈസി ആയിരുന്നു. നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. 24 ഡിഫൈൻ റിസർച്ച്, അതിന്റെ സ്റ്റെപ്സ്. ദെൻ ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ റിസർച്ച് സ്റ്റെപ്സ്, റിസർച്ചിന്റെ പ്രോസസ്സ് ഷുവർ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ദി മെത്തേഡ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്, വന്നിട്ടുണ്ട്. ദെൻ റിസർച്ച് റിപ്പോർട്ട് അതിന്റെ ലേഔട്ട് ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് ഇന്നലെ പറഞ്ഞാണ്, വന്നു. ദെൻ നീഡ് ഫോർ റിസർച്ച് ഡിസൈൻ. ഈ 4 ചോദ്യങ്ങൾ ഞാൻ ഇന്നലെ എന്തായാലും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സിലും പിന്നെ ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ്റെ സജഷനിലും. സോ ദാറ്റ്സ് അബൌട്ട് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്. വളരെ കംഫർട്ടബിൾ ആയി. നെക്സ്റ്റ് ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. അത് മാത്രമല്ല നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഏറ്റവും കൂടുതൽ കുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്ന ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.